ഓക്കെ. നമുക്ക് ആദ്യം മന്തിന്റെ ബേസിലും പിന്നെ ഇയറിന്റെ ബേസിലും കാണണമെന്നാണ് പറഞ്ഞ് നിർത്തിയിരുന്നത്. അപ്പൊ മന്ത് സെലക്ട് ചെയ്തു. ദെൻ ഇവിടെ വീണ്ടും മന്ത് ഓഫ് ഓർഡർ ഡേറ്റ് സെലക്ട് ചെയ്യുക. മന്ത് സെലക്ട് ചെയ്യുക. അപ്പം ഇവിടെ വേരിയേഷൻ ഉണ്ടാവുന്നത് കാണാൻ പറ്റും. ദെൻ ഇപ്പൊ മന്ത് ആഡ് ചെയ്ത പോലെ വീണ്ടും ഇയറിനെ ആഡ് ചെയ്യാം. സെയിം എഡിറ്റബിൾ ആൻഡ് റിലേഷൻഷിപ്പ് എടുക്കുക. ആഡ് കൊടുക്കുക. അതിൽ ഓർഡർ ഡേറ്റില് ഇയറിനെ സെലക്ട് ചെയ്യാം. ഓക്കെ കൊടുക്കുക. ഓക്കെ. ദെൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഡ്യുവൽ ആക്സിസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു ഫീൽഡിൽ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. ഡ്യുവൽ ആക്സിസ് സെലക്ട് ചെയ്യാം. ഇപ്പം ഇങ്ങനെ ഒരു ഇതിലാണെങ്കിൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. അപ്പം മുകളില് സെയിൽസിന്റെ ഇതിൽ നമുക്ക് ഡ്യുവൽ ആക്സിസ് കൊടുക്കാൻ ഓപ്ഷൻ ഇല്ല. അപ്പം ഇങ്ങനെ വരാണെങ്കിൽ ജസ്റ്റ് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാ മതി. ദെൻ സെയിൽസിൽ ഡ്യുവൽ ആക്സിസ് സെലക്ട് ചെയ്യുക. കണ്ടോ, കുറച്ചും കൂടി നമുക്കൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. ഇതിപ്പം സെയിൽസും ടാർഗറ്റും സെയിം ബാർ ചാർട്ടിലാണ് കിടക്കുന്നത്. അപ്പം വേണമെങ്കിൽ ഒരെണ്ണത്തിന്, അതായത് ഒന്നില്ലെങ്കിൽ സെയിൽസിനെ അല്ലെങ്കിൽ ടാർഗറ്റിനെ നമുക്ക് വേണമെങ്കിൽ ഏരിയ ചാർട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാം. കണ്ടോ, ലൈൻ വേണമെങ്കിൽ ലൈൻ കൊടുക്കാം. ഞാനിവിടെ ടാർഗറ്റിനെ ഏരിയ ചാർട്ടിലോട്ട് കൺവേർട്ട് ചെയ്യാണ്. ഓക്കെ, കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് സിൻക്രണൈസ് ചെയ്യാനാണ് നെക്സ്റ്റ് വരുന്നത്. അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. കണ്ടോ, ടാർഗറ്റും സെയിൽസിന്റെയും ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് സെയിം അല്ല, അൺഓർഡേർഡ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് സിൻക്രണൈസ് ചെയ്യണം. അപ്പം സെയിൽസിൽ ഇപ്പൊ ഞാൻ റൈറ്റിലേക്ക് കൊടുത്തു, സിൻക്രണൈസ് ആക്സിസ് കൊടുക്കാണ്. അപ്പോൾ എന്താ, രണ്ട് ആക്സിസും അവിടെ സെയിം ആയിട്ടുണ്ട്, സെയിം വാല്യൂസ് വന്നിട്ടുണ്ട്. പിന്നെ ഡാറ്റയിൽ കുറച്ചും കൂടി വ്യത്യാസം വന്നിട്ടുണ്ട്. എറേഴ്സ് ഒക്കെ പോയി കുറച്ചും കൂടി ക്ലാരിറ്റി വന്നിട്ടുണ്ട് ഡാറ്റ സെറ്റിൽ. അപ്പം ഇത്രയാണ് ഡ്യുവൽ ആക്സിസിൽ വരുന്നത്. കണ്ടോ, ബിഫോർ സിൻക്രണൈസും ആഫ്റ്റർ സിൻക്രണൈസും കാണിക്കുന്നുണ്ട്. ഓക്കെ. അപ്പം ആദ്യം നമ്മൾ ഒരു ഡാറ്റ സെറ്റ്, അതായത് സെയിൽസിനെ നമ്മൾ ഡിഫറെന്റ് മന്ത്സിലുള്ള സെയിൽസിനെ കണ്ടു. അതിനുശേഷം കാറ്റഗറി വൈസ് കണ്ടു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡ്യുവൽ ആക്സിസ്, അതായത് ടാർഗറ്റിനെയും സെയിൽസിനെയും ഒരുമിച്ച് നമ്മൾ ആഡ് ചെയ്തു. കണ്ടോ, ടാർഗറ്റ് സെയിൽസ് ഒരുമിച്ച് റോസിലേക്ക് ആഡ് ചെയ്തു. ഓരോ കാറ്റഗറിയുടെയും നമ്മൾ ടാർഗറ്റും സെയിൽസും കണ്ടു. ഇവിടെ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ടാർഗറ്റും റൈറ്റ് സൈഡിൽ സെയിൽസും കിടക്കുന്നത് കാണാം, ഓരോ കാറ്റഗറിയുടെയും. ഇനിയിപ്പോ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങൾ, ലേബൽ കൊടുക്കണമെങ്കിൽ ലേബൽ കൊടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലെഫ്റ്റ് സൈഡിൽ ഈ ബോക്സിലായിട്ട് കിടക്കുന്നുണ്ട്.